പക്ഷേ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ അഞ്ജലി അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ വിപരീതമായ കാര്യങ്ങളാണ്, നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് അപ്പോൾ നടക്കുന്നത്. നീ ഒറ്റൊരുത്തി കാരണമാണ് പത്മ കൊല്ലപ്പെടുന്നത്. എൻ്റെ പൊന്നുമോള് ജീവനോടെ ഇന്നും ഉണ്ടാകേണ്ടതാണ്. നീയാണ് അവളെ നിർബന്ധിച്ച് ഈ കേസിൽ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തത്. നീയാണ് ഇതിന് ഉത്തരവാദി. നീ ഇതിന് ഉത്തരവാദം പറഞ്ഞേ പറ്റൂ. മനസ്സ് ഉലച്ചു കളഞ്ഞൊരു സീന് എന്ന് പറയുന്നത് നമ്മുടെ അമ്പാടി കിടന്ന് പൊട്ടിക്കരയാണ്. എൻ്റെ പത്മ നീ എന്നെ വിട്ടു പോയല്ലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്ക ഭാഗത്ത് നമ്മുടെ അഞ്ജലിയോടും അർജുനോടും അമ്പാടി തനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ, അന്ന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾക്ക് തുറന്നു പറയുകയാണ്. അമ്പാടിയും നമ്മുടെ പത്മയും കൂടി ബൈക്കിൽ പോകുന്ന സമയത്ത് ഗുണ്ടകളെല്ലാം വരികയാണ്. അങ്ങനെ ഒരു വഴിയില്ലാതെ ബൈക്കിൽ നിന്ന് അവർ രണ്ടുപേരും ഇറങ്ങി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്പാടി നമ്മുടെ പത്മയും കൂട്ടി ഓടിപ്പോകുന്ന ഒരു സീനാണ്. ഗുണ്ടകളെല്ലാവരും പുറകെ വരികയാണ്. ഒരു സമയം എത്തുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയെത്തും. അങ്ങനെ അമ്പാടി ഗുണ്ടകളുടെ കയ്യിലാകും. ഇടിയെല്ലാം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പത്മയുടെ അമ്പാടി പറയുന്നുണ്ട്, ഓടിക്കോ പത്മ, നീ ഓടി രക്ഷപ്പെടാൻ നോക്ക്, നീ കോടതിയിൽ എന്താണെങ്കിലും എത്തണം, നീ രക്ഷപ്പെട പത്മ എന്ന് പറയും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ പത്മ കരഞ്ഞുകൊണ്ട് ഓടുകയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അമ്പാടിയുടെ മനസ്സിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ അമ്പാടി അർജുനോടും അഞ്ജലിയോടും പറയുകയാണ്. എന്നിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ട് നമ്മുടെ അമ്പാടി പറയുകയാണ്, എനിക്ക് അറിയില്ല ആ ഒരു സമയത്ത്, പിന്നീട് എനിക്കെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആ ഒരു സമയത്ത് തലയ്ക്ക് അടികൊണ്ട് എൻ്റെ ബോധം പോയി. അവളുടെ കരച്ചിൽ, പത്മയുടെ കരച്ചിൽ, നിലവിളി മാത്രമാണ് എൻ്റെ തലയ്ക്കകത്ത് മുഴങ്ങുന്നത്. എല്ലാത്തിനും കാരണം ഞാനാണ് അവളെ കൊലയ്ക്ക് കൊടുത്തത്, പത്മയെ കൊലയ്ക്ക് കൊടുത്തത് ഞാനാണ്. എനിക്കറിയില്ല എന്ത് ചെയ്യാമെന്ന്. അഞ്ജലിയോടും അർജുനോടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്പാടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് CI നന്ദകുമാർ കത്തിക്കരുകയാണ്. CI നന്ദകുമാർ പത്മയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. പത്മയുടെ ബോഡി ഇവിടെ എത്തിയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ അമ്പാടി CI സാറോട് പറയുകയാണ്, സാർ എനിക്ക് എൻ്റെ പത്മയെ അവസാനമായിട്ട്, കാരണം അവളെ കൊലയ്ക്ക് കൊടുത്തത് ഞാനാണ്, എനിക്ക് അവളെ അവസാനമായിട്ടൊന്ന് കാണണം സാർ, എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല, എല്ലാത്തിനും കാരണം ഞാനാണ് അവളെ കൊണ്ടുപോയത്, അവളെ രക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ CI സാറ് പറയും, അമ്പാടി വിഷമിക്കാതിരിക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ, വിഷമിക്കാതിരിക്കുക. അർജുനോടും അഞ്ജലിയോടും പറയും, അഞ്ജലി ഒന്ന് പുറത്തേക്ക് വരും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ പുറത്തേക്ക് അർജുനും അഞ്ജലിയും CI സാറിൻ്റെ കൂടെ പുറത്തു വരും. അതിന് CI സാറ് പറയുകയാണ്, അഞ്ജലി പത്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞു, ഇനി എന്തെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. നമ്മൾ ഇടുക്കി SPയെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പത്മയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ആകെ ഒരാളല്ലേ ഉള്ളൂ, ആ കുഞ്ഞമ്മേനെ അറിയിച്ചിട്ടുണ്ട്, അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് SP സാർ. അങ്ങനെ അവരെന്താണെങ്കിലും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, അവരെന്താണെങ്കിലും ഉടൻ തന്നെ ഇങ്ങോട്ട് എത്തുന്നതാണ്. അങ്ങനെ പത്മയുടെ ആകെ ഒരു ബന്ധു എന്ന് പറയുന്നത് ആ കുഞ്ഞമ്മയാണ്. ആ കുഞ്ഞമ്മ എന്താണെങ്കിലും പോന്നിട്ടുണ്ട്. പത്മയുടെ ഈ സംഭവങ്ങളെല്ലാം അവർ ധരിപ്പിച്ചിട്ടുണ്ട്, അവർ കാണാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്ന സീന് എന്ന് പറയുന്നത് ശംഖചക്രത്തിലെ രാഘവനുണ്ണി കുറുപ്പിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എന്തോ ഒരു കാര്യമായ സംഭവം നടക്കാനായിട്ട് പോവുകയാണ്. കുറുപ്പ് തന്നെ കാറിൽ പാഞ്ഞു വന്ന് നിൽക്കും. പുറത്തേക്കിറങ്ങി ഉടനെ തന്നെ ചോദിക്കുന്നത് വളരെ ടെൻഷനോട് കൂടിയിട്ട്, താൻ എന്താണോ എന്നോട് രാവിലെ തന്നെ വരാനായിട്ട് പറഞ്ഞു, ഇത്ര അതിരാവിലെ എന്താണോ ആ കാര്യം, എന്താണോ പറയടോ. രാഘവനുണ്ണി അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറയും, എടോ ഞാനും താനും തമ്മിൽ ഇത്രയും കാലം, ഒരുപാട് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് ഞാനും താനും തമ്മിൽ, ഇത്രയും കാലം ഒരു കള്ളത്തരവും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇനി ഒരു കാര്യം തന്നോട് ചോദിക്കാം, അത് സത്യസന്ധമായ മറുപടി താൻ പറയണം. കുറുപ്പിന് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചൊറിഞ്ഞ് കയറും. കുറുപ്പ് പറയും, എടാ താൻ എന്താണോ രാഘവ പറയുന്നത്, ഇത്രയും കാലമായിട്ട് ഞാൻ എപ്പോഴാണോ തന്നോട് കള്ളം പറഞ്ഞിട്ടുള്ളത്, താൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും നാൾ തന്നോട് മുഴുവൻ ഞാൻ പറഞ്ഞത് കള്ളമാണെന്നാണല്ലോ, താൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തുലയ്ക്കടോ. അങ്ങനെ കുറുപ്പ് ആകെ ഇറിറ്റേറ്റ് ആയി പോവുകയാണ് രാഘവനുണ്ണി അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ രാഘവനുണ്ണി പറയും, അതൊക്കെ ശരി, ഇത്രയും കാലം പറഞ്ഞത് എന്തോ ആയിക്കോട്ടെ, അതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം, താനും സത്യസന്ധമായിട്ട് മറുപടി പറയണം. എടോ താനും തൻ്റെ മകനും കൂടിയല്ലേടോ ഈ നമ്മുടെ പത്മയെ കൊന്നത്. ഇത് കേൾക്കുമ്പോഴത്തേനും കുറുപ്പിന് ആകെ ഭ്രാന്ത് പിടിക്കും. എടോ താൻ എന്ത് വർത്താനൂടെ പറയുന്നത്, ഞാൻ എന്തിനാ പത്മയെ കൊല്ലുന്നത്, ഞാൻ അങ്ങനത്തെ പണിക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ തന്നോട് പറയാതെ ഞാനത് ചെയ്യും. താനൊരുമാതിരി മറ്റേ ചൊറിയുന്ന വർത്താനം എന്നോട് പറയാൻ വേണ്ടി നിൽക്കരുത്, ഞാൻ ആ പണിക്ക് പോയിട്ടില്ല, തന്നോട് ഇത് ആരൊക്കെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്. രാഘവനുണ്ണി അനുപമ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ കാവ്യയും കാർത്തിക്കും വന്ന കാര്യവും അങ്ങനെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയാണ്. കുറിപ്പ് ഇത് കേട്ടിട്ടും, ഇല്ലടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യുമെങ്കിൽ തന്നോട് പറയാതെ ചെയ്തില്ല, ഒരിക്കലും അവളെ കൊല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ലടോ, അങ്ങനത്തെ പരിപാടിക്ക് ഞാൻ പോവോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നോട് പറയാതെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോടോ രാഘവ,
തൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും എന്ത് സംഭവമാണെങ്കിലും തന്നോട് പറയാതെ ഞാനിത് ചെയ്യും. ഇങ്ങനൊരു സംഭവം ഇല്ലടോ, ഞാൻ അവളെ കൊല്ലാനായിട്ട് പറഞ്ഞിട്ടില്ല, എനിക്കിത് മനസ്സാവാതെ അറിയത്തില്ലടോ. അപ്പോൾ രാഘവനുണ്ണി പറയും, എന്താണെങ്കിലും എനിക്കറിയില്ല, താൻ ചിലപ്പോൾ കൊന്നിട്ടില്ലായിരിക്കും, പക്ഷേ താൻ അറിയാതെ തന്നെ മുന്നിൽ നിർത്തി കാർത്തിക്കാണോ കളിക്കുന്നത് തനിക്ക് അറിയാമോ? ഇത് കേൾക്കുമ്പോഴത്തേനും കുറുപ്പ് ഞെട്ടും. ഒരു പക്ഷേ കുറുപ്പ് അറിയാതെ കാർത്തിക്കാണ് ഈ പണി ഒപ്പിച്ചത് എന്ന ചില സംശയങ്ങളൊക്കെ കുറുപ്പിന് തോന്നുകയാണ്. രാഘവനുണ്ണി പറയും, എടോ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡായി മാറിയിരിക്കുക, എന്താണെങ്കിലും ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കും. ഇത് ചെയ്തത് ആരാണെന്ന് നമുക്ക് ഉടനെ തന്നെ കണ്ടെത്തണം. അപ്പോൾ അത് തടയാനുള്ള, ഇത് നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ. എന്താണെങ്കിലും താൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരി, പക്ഷേ കാർത്തിക് അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. താൻ എന്താണെങ്കിലും ഒന്ന് സൂക്ഷിച്ചിരുന്നു, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകരുത് കേട്ടോ. ഇങ്ങനെ കുറുപ്പിനോട് രാഘവനുണ്ണി പറയുമ്പോൾ കുറുപ്പിന് ആകെ ടെൻഷനാകും. കാരണം നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, കുറുപ്പ് ഈ സംഭവം ഗുണ്ടകളെ അയച്ചിട്ടില്ല, കുറുപ്പിൻ്റെ ഗുണ്ടകളല്ല ഇത് ചെയ്തതെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എന്താണെങ്കിലും രാഘവനുണ്ണി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ചവരെയാകും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദനുണ്ണി അവിടെ വന്നു ചേടും. അപ്പോൾ ഗോവിന്ദനുണ്ണി പറയും, ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, തൻ്റെ മകനെപ്പറ്റി ഇവിടെ ആർക്കും ഒരു അഭിപ്രായമില്ല. അത് കുറുപ്പിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ അഭിപ്രായം ഇല്ലടോ, അവൻ കയറി കളിച്ച് എൻ്റെ മകളെടുത്ത് വരെ കയറി കളിച്ചു, അതുകൊണ്ടാണ് തൻ്റെ മകനെ ഞങ്ങൾ ഇത്രയധികം വെറുക്കുന്നത്. ഇങ്ങനെ ഗോവിന്ദനുണ്ണിയും വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്ത് രാഘവനുണ്ണിക്കും വീണ്ടും ഭ്രാന്ത് പിടിക്കും. ഗോവിന്ദനോട് പറയും, ഗോവിന്ദ നീ കൂടുതൽ ഇടപെടാൻ വരുമൊന്നും വേണ്ട, നീ നിൻ്റെ പാട് പോയി നോക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗുകളൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ഇതിന് ശേഷം കുറുപ്പ് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആകുകയാണ്. അയാൾക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. ഒരു പക്ഷേ താൻ അറിയാതെ കാർത്തിക്കാണോ ഈ പണി ഒപ്പിച്ചത് എന്ന് അയാൾക്ക് സംശയം തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന രീതിയിൽ അയാൾ കാറിലേക്ക് കയറി പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ കണ്ടു നിൽക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ പത്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു സമയം നമ്മുടെ പത്മയുടെ ബോഡി കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ജലിയുടെ അമ്മ, അച്ഛൻ, ആര്യ, കുഞ്ഞപ്പൻ, കൂട്ടുകാർ, അങ്ങനെ എല്ലാവരും അവിടെയുണ്ട്. അഞ്ജലിയും അർജുനൊക്കെ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ CI നന്ദകുമാർ അവിടെയുണ്ട്. നമ്മുടെ പത്മയുടെ ബോഡി കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. ആരും ബോഡി ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടില്ല. എല്ലാവരും വളരെ വിഷമിച്ച് കരയുകയാണ്. നമ്മുടെ അഞ്ജലിയുടെ അമ്മയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കരയുകയാണ്. എൻ്റെ പൊന്നുമോൾക്ക് ഇത് എന്ത് പറ്റി, എങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഇതിനാണോ അഞ്ജലി നീ ഇവളെ കൊണ്ടുപോയത്, ഇങ്ങനെ കിടത്താൻ വേണ്ടിയിട്ടാണോ അഞ്ജലി കൊണ്ടുപോയത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് കിടന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. ആരെയും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആരെയും ഓരോന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരു അന്ന് നമ്മുടെ പത്മയുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പട്ടുപാവടയും ബ്ലൗസൊക്കെ എടുക്കുകയാണ്. എൻ്റെ പൊന്നുമോൾക്ക് ഈ ചേച്ചി വാങ്ങിയതായിരുന്നു മോളെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പത്മയുടെ ബോഡിയിലേക്ക് ഇങ്ങനെ ആ സംഭവമൊക്കെ വെക്കുകയാണ്. അങ്ങനെ എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു സീനാണ്. പക്ഷേ ഇതിൽ ഏറ്റവും നമ്മുടെ മനസ്സ് ഉലച്ച് കളഞ്ഞൊരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്പാടി കിടന്ന് പൊട്ടിക്കരയാണ്. എൻ്റെ പത്മ നീ എന്നെ വിട്ടു പോയല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അമ്പാടിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അമ്പാടി ഇങ്ങോട്ട് പൊട്ടിക്കരയാണ്. അർജുന ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അമ്പാടിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ശരിക്കും സങ്കടം തോന്നുന്ന സീനുകളാണ് ഒരു സമയത്ത് നടക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ വലിയൊരു ആപത്ത് നമ്മുടെ അഞ്ജലിയെ തേടിയെത്താനായിട്ട് പോവുകയാണെന്ന് നമുക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം നമുക്കറിയാം ഈ പത്മയുടെ കുഞ്ഞമ്മ വരുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ പിന്നീട് അവസാന സീനുകളിലൊക്കെ കാണുന്നപ്പോൾ നമ്മുടെ ആ പത്മയുടെ കുഞ്ഞമ്മ ഇങ്ങനെ വരികയാണ്, കരഞ്ഞ് നിലവിളിച്ച് വരികയാണ്. അങ്ങനെ അവിടെ പത്മയുടെ ബോഡിയുടെ അവിടെ എത്തി പോലീസുകാരൻ പറയും ഇതാണ് ബോഡി എന്ന്. അപ്പോൾ നമ്മുടെ പത്മയുടെ ബോഡിയെ കെട്ടിപ്പിടിച്ച് അവർ നിലവിളിക്കുകയാണ്. അത് എന്തൊക്കെ പറയുന്നതെന്ന് എനിക്ക് കൂടി പറയാൻ പറ്റത്തില്ല, അതുമാതിരി സീനാണ് നടക്കുന്നത്. അങ്ങനെ അവർ കിടന്ന് പൊട്ടിക്കരയണം, എൻ്റെ പൊന്നുമോളെ നീ എന്നെ വിട്ടുപോയല്ലോ, നീ എനിക്ക് വേണ്ടി വീട് പണിയാൻ വേണ്ടി നീ പോയി ഒരു കൂര കെട്ടി തരാൻ വേണ്ടി നീ പോയി കിടന്ന് പണിതത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ, പത്മോളെ ഒന്ന് എഴുന്നേക്ക് മോളെ എന്നൊക്കെ പറയും. അപ്പോൾ CI നന്ദകുമാർ പറയുന്നുണ്ട് ബോഡിയെ പിടിച്ച് ഇളക്കല്ലേ, അങ്ങനെയൊന്നും ചെയ്യില്ല, എല്ലാം തുന്നി കെട്ടി വെച്ചിരിക്കുകയാണെന്നൊക്കെ. ഈ അമ്മ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാം എന്ന രീതിയിൽ നമ്മുടെ അഞ്ജലി അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അഞ്ജലി പറയണം, അമ്മേ എഴുന്നേക്കമ്മേ, ഇത് ഞാനാണ് അഞ്ജലി, അഡ്വക്കേറ്റ് അഞ്ജലി, പത്മയുടെ കേസ് അന്വേഷിച്ചിരുന്നത്. പക്ഷേ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ അഞ്ജലി അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ വിപരീതമായ കാര്യങ്ങളാണ്, നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് അപ്പോൾ നടക്കുന്നത്. അവരുടെ ഉള്ളിലൊരു തീ കത്തുന്നത് പോലെ, എന്താ പറയുക, അവരങ്ങനെ ദേഷ്യത്തിൽ അവിടെ മുഖമൊക്കെ മാറുകയാണ്. അവരിങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മുടെ അഞ്ജലിയെ പിടിച്ച് തള്ളുകയാണ്.
പിന്നീട് അവർ ഡയലോഗൊന്നും പറയുന്നില്ല. ഈ ഒരു സീനിലാണ് എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നാളെ അഞ്ജലിക്ക് സഹിക്കാൻ പറ്റാത്തത്രയും കുത്തുവാക്കുകൾ അവരിൽ നിന്നുണ്ടാകും. നീ ഒറ്റൊരുത്തി കാരണമാണ് പന്മ കൊല്ലപ്പെടുന്നത്. എൻ്റെ പൊന്നുമോളെ ജീവനോടെ ഇന്നും ഉണ്ടാകേണ്ടതാണ്. നീയാണ് അവളെ നിർബന്ധിച്ച് ഈ കേസിൽ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തത്. നീയാണ് ഇതിന് ഉത്തരവാദി. നീ ഇതിന് ഉത്തരവാദിത്തം പറഞ്ഞേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ അഞ്ജലി കീറി മുറിക്കുന്ന സീനുകളാണ്. ഓൾറെഡി നമ്മുടെ അഞ്ജലി മാനസികമായിട്ട് തകർന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കേട്ടോ. എന്താണെങ്കിൽ ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാനായിട്ട് നമ്മുടെ അർജുൻ കൂടെയുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു ആശ്വാസം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ഡാർക്ക് സീനുകളാണ്, കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ നിങ്ങൾ കാണുക. രാത്രിയിൽ പ്രൊമോയുടെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.